എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഇന്നൊരു ഈദ് സ്പെഷ്യൽ സോൾട്ട് ആൻഡ് പെപ്പർ സ്ക്വിഡ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ബെസ്റ്റ് സ്റ്റാർട്ടർ ഐറ്റമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. സോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോൾട്ട് ആൻഡ് പെപ്പർ സ്ക്വിഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 ഗാർലിക്കും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സാണ് നമ്മൾ പിന്നെ സ്ക്വിഡിൽ മിക്സ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലാണ് നമ്മൾ സ്ക്വിഡ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ക്വിഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അധികം തിന്നായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഫ്രൈ ചെയ്തെടുക്കുമ്പം അധികം തിക്കായാലും ശരിയാവില്ല. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സ്ക്വിഡ് നല്ലോണം ഈ പൊടികളിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. സ്ക്വിഡ് ഇപ്പം നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പൊടികളിൽ. ഇനി ഇതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ നമുക്കൊന്ന് അരിച്ച് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിലേക്ക് അധികം പൊടികളൊന്നും പോവില്ല. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. സ്ക്വിഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സ്ക്വിഡ് എന്ന് പറയുമ്പം ചിലവർ കൂന്തൽ എന്ന് പറയും, അല്ലെങ്കിൽ കണവ എന്ന് പറയും. ആ ഒരു മീനാണ്. ഇതിലെ എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്ക്വിഡൊന്നും അധിക സമയം നമുക്ക് ടൈം എടുക്കില്ല ഇത് കുക്കാവാനായിട്ട്. ഇത് അധിക സമയം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും. അത് കാരണം ഒരു 3-4 മിനിറ്റിനകത്ത് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്ക്വിഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേറൊരു പാന് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ സ്ക്വിഡ് നല്ലോണം ഈ പെപ്പറിലൊക്കെ നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ സ്ക്വിഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്ക്വിഡിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ ഒരു റെസിപ്പി. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.